വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിൻ്റെ ഒരു അപഭ്രംശം. നിനക്ക് ഇവിടുന്ന് പോകാൻ അനുവാദമില്ല. അടിപൊളി. ഈ മമ്മൂട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ, ഈ ഭാഷാഭേദങ്ങളെ ഇത്ര രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു അതെ, നടനില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടാണ് പുള്ളിയുടെ ശരീരത്തെയും ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ വ്യത്യസ്തമായ മമ്മൂട്ടി കഥാപാത്രങ്ങളുണ്ടല്ലോ, ഇപ്പൊ പ്രാഞ്ചിയേട്ടനൊക്കെ പോലെയുള്ള അതെ, അതെ. അത്തരം ചെയ്യാറുണ്ടോ? അത്ര ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് മമ്മൂക്കയുടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ പല ഭാഷകളും നമുക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഉസാർക്ക് മുന്തിരിങ്ങ, കുസാൽക്ക് നാരങ്ങ എന്നൊക്കെ പറഞ്ഞ് കാസർഗോഡ് മുതൽ പിന്നെ അന്തരാസ് കുന്തരാസ് തള്ളേ കല്ലിപ്പുള്ള തീരണില്ലല്ലേ. പൊളപ്പം തന്നെ. അതെ അതെ, ഇത് അവിടെ മുതൽ ഇങ്ങനെ കേരളത്തിലെ എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്ത ഒരാളാണ്. പിന്നെ നമുക്കിടെ ഇംഗ്ലീഷിന് ഒരു അതെ അതെ. പ്രത്യേകതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്ന നരസിംഹത്തിലെ ജസ്റ്റ് കേട്ടോ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല എങ്കിലും ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറന്നേക്ക് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. വളച്ചൊടിക്കാം, മൂടിവെക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്രണ്ട് ഓഫ് പോലീസ്, ഷാൽ ഐ റിമൈൻഡ് യു സംതിങ്? എയർ ഇസ് ക്വയറ്റ് ആൻഡ് ബിക്കമിങ് ആൻ ഓഫീസർ. I pity for the dirty game you have played in this case, that the manipulator. A police officer is posted to the watching dog of justice and servant of the society. But instead, you behave like a barking dog against your revenge against your family enemy. A law-bearing citizen and an ex-judicial officer who always give predominant consideration for his office than any other personal bondage or personal relationship. By incriminating such a biased, poisoned soul, you have proved that you are ashamed to the total police force of the country. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇല്ല, അടിപൊളി. എനിക്കൊക്കെ ആകെ അറിയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് ഇന്ത്യ എന്തെന്ന് അറിയണമെങ്കിൽ അതൊക്കെ നമുക്ക് ആകെ അറിയുള്ളൂ. പക്ഷെ അടിപൊളി കേട്ടോ. വേറെ ഉണ്ടോ? പ്രാഞ്ചിയേട്ടനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? റഞ്ചേട്ടൻ ഞാൻ അധികം ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മമ്മൂക്കയുടെ ഇമോഷണൽ ഡയലോഗാണ്. അതെ അതെ. അപ്പോൾ മമ്മൂക്കയുടെ ശബ്ദം ഒന്ന് ഇടറുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്കയുടെ ഒരു ക്ലൈമാക്സ് ഡയലോഗ് വളരെ ഇഷ്ടമുള്ള, ഞാൻ അധികം സ്റ്റേജിൽ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. അത് ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ ആ മ്യൂസിക് കൂടി ഉണ്ടെങ്കിലാണ് സാധാരണ സ്റ്റേജ് ചെയ്യാറുള്ളതെങ്കിലും ഓർമ്മയില്ല മ്യൂസിക്. പിന്നെ പിന്നെ അത് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മനസ്സിൽ സങ്കല്പിക്കാം. Okay. പ്രേക്ഷകർ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരും. എനിക്കുമുണ്ടായിരുന്നൊരു കുട്ടിക്കാലം. മഴ പെയ്യുമ്പോൾ വാഴയില വെട്ടിപ്പിടിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, കാതിൽ ചുവന്ന കല്ല് വെച്ച് കടുക്കനിട്ട എൻ്റെ ബാലൻ. ഇനിയൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെ ഞാൻ സ്വപ്നം കണ്ടത്. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാശിയിലേക്ക് പുറപ്പെടുമ്പോൾ കാതില് കടുപ്പൻ്റെ ഒരു ആശമായി ബാലൻ്റെ അടുത്ത് നിറകണ്ണോട് ഞാൻ ചോദിച്ചു, ബാല ഞാനിങ്ങനെ കിടക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ട് നിന്നെ തേടി വരുമ്പോൾ നിനക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരേ പൊളി. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ ഇത്രയും പെർഫെക്റ്റ് ആയി ചെയ്യുന്നതുകൊണ്ട്? ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക തന്നെ എനിക്കൊരിക്കൽ ഒരു മമ്മൂക്കയുടെ കുറേ ഫാൻസ് ഒന്നും, പിന്നെ മമ്മൂക്ക എന്നെ വിളിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ചെയ്തൊരു വീഡിയോ വൈറലായിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രോഗ്രാം മമ്മൂക്കയുടെ കൂടെ ചെയ്തതിന് ശേഷമാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാലനൊക്കെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത് കിട്ടിയ വലിയൊരു അവാർഡ് എന്നുള്ളത് അത് മൊത്തത്തിലുള്ളൊരു പ്രോഗ്രാമാണ്. 5 മിനിറ്റ് കൊണ്ട് 65 സെലിബ്രിറ്റികളുടെ സൗണ്ട് അനുകരിക്കാറുണ്ട്. 65 ആളുകളുടെ ശബ്ദം അനുകരിച്ച ഒരു പ്രോഗ്രാമൊക്കെ ചെയ്തിരുന്നു. അവിടുന്ന് മഹാരാഷ്ട്രയിലായിരുന്നു, മുംബൈ. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകൻ, പിന്നെ MP ആയിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെ എന്ന് പറയുന്ന സാറിൻ്റെ കയ്യിൽ നിന്നൊരു അദ്ദേഹം സ്റ്റേജിൽ എൻ്റെ പ്രോഗ്രാമിന് ശേഷം അദ്ദേഹത്തിന് ആദരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഹിന്ദിയിൽ എന്തൊക്കെ പറയും, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പോൾ ഹിന്ദിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ എന്നെ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അദ്ദേഹത്തിന് കിട്ടിയ ബൊക്ക എൻ്റെ കയ്യിൽ നിന്ന് ഗംഭീരമായിരുന്നു. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്കൊരു മറുനാട്ടിൽ കിട്ടിയ വലിയൊരു അംഗീകാരം. പിന്നെ അതിന് പുറമെ നാട്ടിലും വീട്ടിലും ആണെങ്കിലും ഒക്കെ മമ്മൂട്ടി പല സ്ഥലങ്ങളിലും ഇപ്പം എനിക്ക് വിദേശികളാണ് അല്ലെ പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ അന്ന് നമുക്ക് ഭയങ്കര സ്നേഹം. ഒരു പ്രവാസി എന്നെ കാണാൻ വന്നിട്ട് നടു റോഡിൽ നിന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വന്നു.
എൻ്റെ കുറ്റ്യാടി എന്നുള്ള സ്ഥലത്ത് നിന്ന് നടുറോഡ് വന്ന് കെട്ടിപ്പിടിച്ചിടും വന്ന് അങ്ങനെ ഒരുപാട് സ്നേഹം നമുക്ക് ഈ ഒരു മിമിക്രിയിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സ്നേഹം. അതിലുപരി പൊങ്കാലകളും കിട്ടാറുണ്ട്. ഇഷ്ടം പോലെ ഇത് മമ്മൂട്ടിയാണ്, എന്ത് മമ്മൂട്ടിയാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അത് സ്വാഭാവികമാണല്ലോ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്, ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ കൂടുതലും നമുക്ക് ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് വേറെ എക്സ്ട്രാ കഴിവുകളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മിമിക്രിയിലൂടെയാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. അത് സന്തോഷത്തോടെ. ഞങ്ങൾ ഇവിടെ ഒരുപാട് മമ്മൂട്ടി ഫാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ PCR തന്നെ അൻസു പറയുന്ന ഒരാളുണ്ട്. അപ്പൊ പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട്, ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഡയലോഗുകൾ എന്തെങ്കിലും പറയാനറിയും മമ്മൂട്ടിയുടെ? അത്ര ഞാൻ നമ്മുടെ ഐശ്വര്യ റായി ഒക്കെ ആയിട്ടുള്ളൊരു അത് മതി, അത് പക്ഷെ അതെനിക്കിപ്പം പെട്ടെന്ന് വരില്ല. ഒന്ന് നോക്കുന്നോ? അയ്യോ ഇല്ല, അത് പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ എനിക്കുള്ളത് പ്ലാൻ ചെയ്തില്ലായിരുന്നു. പ്രശ്നമാവും അത് ചെയ്താൽ. അപ്പൊ വേറെ ഏതാ ഇനി ഒരു മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് കഥാപാത്രം ഇനി ചെയ്യുകയാണെങ്കിൽ? മമ്മൂക്കയുടെ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഫ്ലോർ ഉണ്ട്, വേണമെങ്കിൽ മമ്മൂട്ടിയുടെ ആ നടത്തൊക്കെ കാണിക്കാം കേട്ടോ. അയ്യോ അതൊന്നും നമ്മൾ ചെയ്താൽ ശരിയാവില്ല. കാരണം അനുകരിക്കുക എന്നുള്ളത് ഒരു നമുക്കേ അത്ര കംഫർട്ട് ആവില്ല. ഓക്കെ. എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ബോഡി ഇങ്ങനെ ഫിറ്റ് ആക്കി വെച്ചതൊക്കെ മമ്മൂട്ടിനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണോ? ഏത് ബോഡി ഫിറ്റ് ഒക്കെ ഇല്ലല്ല, ഇതൊക്കെ നമ്മള് മമ്മൂട്ടി പിന്നെ അങ്ങനെയാണല്ലോ. അത് ഞാൻ ശരിയാ, അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പറയാറുള്ള പല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ ബോഡിയെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കാം, ഇഷ്ടമുള്ള അത്ര കഴിക്കാൻ പാടില്ല. അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത് കുറച്ച് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ പണിയൊക്കെ അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ? അതുപോലെ ഇപ്പം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം നമ്മുടെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. പലർക്കും പല അസുഖങ്ങളും എനിക്കും വന്നിരുന്നു, ചെറിയൊരു പണികളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പക്കാ മമ്മൂക്കേനെ ആ കാര്യത്തിലും ഫോളോ ചെയ്യാൻ തുടങ്ങി എന്ന് കരുതി അതുപോലെ ആവണം എന്നല്ല, പക്ഷെ ഫുഡിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി നമുക്ക് മമ്മൂക്കയുടെ മകന്റെ ശബ്ദം എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് മമ്മൂക്കയും മമ്മൂക്കയുടെ മകനെയും അനുകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അപൂർവ കാര്യം. അതെ അതെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ദുൽഖറിന്റെ ഒരു റൊമാൻറ്റിക് ഡയലോഗ് ചാർലി എന്ന സിനിമയിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ. ഹലോ, നിങ്ങളിപ്പോൾ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്നൊരു പാവൻ ജിന്ന്, നിങ്ങൾ ബേജാറാവില്ലേ? നമ്മളൊന്ന് കളറാക്കാൻ പറഞ്ഞില്ലേ? എൻ്റെ ഡോക്ടറെ ഒരു പ്രതീക്ഷയില്ലാതെ മറ്റുള്ള വിധത്തിലേക്ക് ഇടിച്ചു കയറി നമ്മളിങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നു. അവരെ കണ്ണിലുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്, അതിൻ്റെ ഒരു ത്രില്ല് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. പനി പിടിച്ചപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കൂട്ടിനൊരു പെൺകൊച്ചുണ്ടായിരുന്നെങ്കിലും ഒരാൾ കൂടി പനി കൊടുക്കാലോ. കൊള്ളാം. ഇപ്പൊ ഈ ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ നടനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ദുൽഖറിന്റെ മുന്നിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അത് മാത്രം കിട്ടിയിട്ടില്ല. കിട്ടട്ടെ, ഇനി അവിടെയും കൂടി പോയി നമുക്ക് തകർക്കാം. ഇനി അതാണ് ഒരു വലിയൊരു ആഗ്രഹം, അദ്ദേഹത്തിന്റെ മുന്നിൽ പെർഫോം ചെയ്യണം എന്നുള്ളത്.